ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അട. ഇത് അരിയുടെ അടയാണ്, റൈസ് അടയാണ്. ഗോതമ്പട എടുക്കരുത്, അരിയുടെ അട എടുക്കണം. പിന്നെ ആവശ്യമുള്ളത് പഞ്ചസാര. 3 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml ഇതിൽ 3 കപ്പ് പഞ്ചസാര. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റണം കേട്ടോ. പിന്നെ വേണ്ടത് പാലാണ്. പാല് നമുക്ക് വറ്റിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ 3 ലിറ്റർ പാല് വറ്റിച്ച് പായസം ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ലിറ്റർ പാലായിട്ട് അത് കുറയും. അത് ഞാൻ തിളപ്പിക്കാനായിട്ട് ആദ്യം ഉരുളിയിലേക്ക് ഒഴിച്ചു. എപ്പോഴും പാൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പാല് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അട തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ അട ജസ്റ്റ് പാക്കറ്റിൽ നിന്ന് എടുത്ത് ഒന്ന് കഴുകി വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് കഴുകി അതിനെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് അട ഇട്ട് വെക്കുകയാണ്. അട ഇടുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അട ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ചതിലേക്ക് കഴുകി വെച്ച അട അങ്ങോട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. അത് അവിടെ അടഞ്ഞിരുന്നോട്ടെ. കുറച്ച് നേരം നമുക്കത് അടച്ചു വെച്ചേക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പാൽ ഇതുവരെ തിളച്ച് വന്നിട്ടില്ല, അപ്പോൾ തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു. പാല് ഒന്ന് തിളച്ച് ഒരുവിധം നല്ലോണം തിളച്ച് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കണം. ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് 2 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ ടോട്ടൽ 3 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചതിൽ 2 കപ്പ് എടുത്തിട്ട് ആദ്യം പാല് തിളച്ചതും ചേർക്കും. പിന്നെ നമ്മൾ ആ പഞ്ചസാരയും ചേർന്ന പാല് ഇങ്ങനെ കുറുക്കി കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ പാലിൻ്റെ കളറ് പിങ്ക് ഷെയ്ഡിലേക്ക് വരിക. അപ്പോൾ ഞാനതാ ഇവിടെ പഞ്ചസാര ചേർത്തു. പാലിലേക്ക് 2 കപ്പ് പഞ്ചസാര പാലിലേക്ക് ചേർത്തു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാൽ അടി പിടിക്കും. അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെയാണ് നമ്മൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പഞ്ചസാരയും പാലും ചേർന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുള്ള ആ പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടയുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇതാ അട നേരത്തെ തിളച്ച വെള്ളത്തിൽ ഇട്ട് അടച്ചു വെച്ചിരുന്നല്ലോ, അത് ഇതാ ഇപ്പോൾ തുറന്നപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണാം അട ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകി വാരി വയ്ക്കാം. പാലിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വാരി വെച്ച അട നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 1 കപ്പ് പഞ്ചസാര ബാക്കി ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ അട ചേർത്ത് പാല് തിളച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. അട ചേർത്തതിന് ശേഷം ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കാം. എന്നാലാണ് അടയിൽ പഞ്ചസാര പിടിക്കുകയുള്ളൂ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും പായസത്തിനെ കുറുക്കി വറ്റിച്ച് കൊണ്ടുവരണം. പായസം ഇപ്പം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് സദ്യയുടേതായിട്ടുള്ളൊരു കളറ് കിട്ടാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിനെ കാരമലൈസ് ചെയ്ത്, ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം ആ പഞ്ചസാര ഉരുകിയിട്ട് അതൊരു കാരമൽ സിറപ്പായി മാറിയില്ലേ, അതിനൊരു ബ്രൗൺ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ പായസത്തിൽ ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് സദ്യയുടെ പായസത്തിൻ്റെ ഒരു കളറ് കിട്ടും. രുചിയിലൊന്നും ഒരു വ്യത്യാസവും വരില്ല പഞ്ചസാര ആയതുകൊണ്ട്. അപ്പോൾ ഇതൊരു ഐഡിയ ആണ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ നേരം ഇതിനെ കുറുക്കണം. കാരണം ടേസ്റ്റും നമുക്ക് അതിനനുസരിച്ച് സദ്യയുടെ ടേസ്റ്റ് വേണമെങ്കിൽ പായസത്തിനെ നല്ലോണം കുറുക്കി എടുക്കണമല്ലോ. നിങ്ങൾക്കിപ്പോൾ കാണാം നല്ലോണം തിളച്ചു. പായസത്തിൻ്റെ കളറും ഇപ്പോൾ നല്ല ഒരു ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. സദ്യയുടെ പായസത്തിൻ്റെ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഏകദേശം ഒരു അര പാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പായസം. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റ് പായസങ്ങളെ പോലെ നമ്മൾ പാലട പായസത്തിൽ കാഷ്യൂനട്ട്, മുന്തിരി, ഏലക്കാപ്പൊടി അതൊന്നും ചേർക്കില്ല. സദ്യയുടെ പാലട പായസത്തിൽ നമ്മൾ ആകെ കുറച്ച് വെണ്ണ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ഈ മുന്തിരിയും കാഷ്യൂനട്ടൊന്നും ചേർക്കരുത്. വെറും ഒരു ചെറിയ കഷ്ണം വെണ്ണ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതും ചേർക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ രുചി എന്തായിരിക്കും എന്നുള്ളത്. എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.